നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് നമ്മുടെ പരീക്ഷയുടെ സിലബസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് SCERTയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും NCERTയിലെ പ്രധാനപ്പെട്ട കണ്ടന്റും ഉൾപ്പെടുത്തി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലക്ഷ്മികാന്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ പൊളിറ്റി എന്ന ടെക്സ്റ്റ് കൂടി റഫറൻസ് ആയിട്ട് എടുത്തതിന് ശേഷം അതിലെ കണ്ടന്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. ഒപ്പം PSC ഇൻഫ്ലുവൻസറിൻ്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആനുകാലിക സംഭവങ്ങളും സ്റ്റഡി പ്ലാനും മൈക്രോ നോട്ട്സും എക്സാമും എല്ലാം ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഏകദേശം 26,000-ലധികം ഉദ്യോഗാർത്ഥികൾ അതിൽ ജോയിൻ ചെയ്ത് കൃത്യമായി ഉഷാറായി പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. നമ്മുടെ പരീക്ഷാ സിലബസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണല്ലോ ഭരണഘടന. ആ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടന വഴിയും വഴികാട്ടിയും എന്നറിയപ്പെടുന്ന SCERT ഏറ്റവും പുതിയ SCERT സ്കൂൾ ടെക്സ്റ്റിലെ ഒരു ചാപ്റ്റർ വൈസ് കണ്ടന്റ് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഭരണഘടന. ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ, അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ, ബ്രിട്ടൻ എന്ന രാജ്യത്തിൻ്റെ, അല്ലെങ്കിൽ UK എന്നറിയപ്പെടുന്ന യുണൈറ്റഡ് കിങ്ഡം എന്നറിയപ്പെടുന്ന രാജ്യത്തിൻ്റെ, ഏത് രാജ്യം എടുത്താലും ആ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമസംഹിത അറിയപ്പെടുന്ന പേരാണ് ഭരണഘടന. അപ്പോൾ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്നറിയപ്പെടുന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ആദ്യം തന്നെ മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്കുകളാണ് അവിടെ കൊടുത്തേക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: 1931 യങ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്യം ഇങ്ങനെയാണ്: എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷകർത്യത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഈ വാക്കുകൾ ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടേതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം ഗുജറാത്തിലെ പോർബന്തറിലാണ്. ഒത്തിരി പ്രത്യേകതകൾ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫാക്റ്റ് കൂടി നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തി പോവുക. ഇനി നമുക്ക് ആ SCERT സ്കൂൾ ടെക്സ്റ്റിൽ റാൻഡമായി കൊടുത്തേക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വസ്തുത. ഒന്ന്, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്ന സംഘടന രൂപീകരിക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ INCയുടെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ, ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യയാണ്. അതൊക്കെ നിങ്ങളുടെ വായനയിൽ ഉൾപ്പെടുത്തി പോകണം. 1885 INC ഫോം ചെയ്യുന്നത്. INCയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സമ്മേളനങ്ങൾ നമുക്ക് മത്സര പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട്. അതിൽ ഈ പറയുന്ന മഹാത്മാഗാന്ധി ഉൾപ്പെട്ട അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി അധ്യക്ഷനായ സമ്മേളനം 1924 ബെൽഗാം സമ്മേളനമാണ്. അങ്ങനെ ഒത്തിരി ചോദ്യമുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26. മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ കുഴപ്പിച്ചു കളയും. ഒന്ന്, 1950 ജനുവരി 25, ജനുവരി 26, ജനുവരി 28. ഈ മൂന്ന് ഡേറ്റും സെയിം വർഷമായി ഒന്ന് നോട്ട് ചെയ്തേക്കണം. 1950 ജനുവരി 25, 1950 ജനുവരി 26, 1950 ജനുവരി 28. മൂന്ന് പ്രത്യേകത. ഒന്ന്, ഇന്ത്യയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട്, ദേശീയ വോട്ടേഴ്സ് ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദെൻ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു, അല്ലെങ്കിൽ ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു. ദെൻ 1950 ജനുവരി 28 ഇന്ത്യയുടെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്ന സുപ്രീം കോടതി നിലവിൽ വരുന്നത് 1950 ജനുവരി 28. അപ്പൊ നമുക്ക് വേണ്ടത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നേ. അപ്പൊ ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നിടം വരെ നമ്മുടെ രാജ്യം എന്തുവാ ഫോളോ ചെയ്തത്? നമ്മുടെ രാജ്യം പിന്തുടരുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാമുവൽ ഹോയർ എന്നറിയപ്പെടുന്ന വ്യക്തി ഒന്ന് ഓർത്തു വെക്കണം.
1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മുഖ്യ ശില്പികളിൽ പ്രധാനി എന്നറിയപ്പെടുന്നത്, വീണ്ടും ആവർത്തിക്കുന്നു, മുഖ്യ ശില്പികളിൽ പ്രധാനി എന്നറിയപ്പെടുന്നത് സാമുവൽ ഹോയർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അപ്പൊ 1950 ജനുവരി 26 വരെ, അതായത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അതിനുശേഷം ഇന്ത്യൻ ഭരണഘടന ഫോളോ ചെയ്തു. അതിനു മുമ്പ് ഒരു കണ്ടന്റ്, ഒരു നിയമസംഹിത ഫോളോ ചെയ്യണം. ആ നിയമസംഹിത എന്ന് പറഞ്ഞാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണെന്ന് മാത്രം ഓർക്കണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി നമുക്ക് ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട വസ്തുത, 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അതിനു മുമ്പ് വരെ, അതായത് 1950 ജനുവരി 26 തൊട്ട് മുന്നത്തെ ദിവസം വരെയുള്ള എല്ലാ നിയമസംഹിതകളും നമ്മൾ ഫോളോ ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ പറയുന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ഒട്ടേറെ സവിശേഷതകളുണ്ട്. ഒന്നാമത്തത്, 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ശുപാർശ ചെയ്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതയാണ്. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, ഈ പറയുന്ന കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ കൊണ്ടുവരുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതയാണ്. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു. അന്നത്തെ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താ? പ്രവിശ്യകൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയുടെ വിഭജന സമയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണ് എന്ത്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അപ്പൊ നാട്ടുരാജ്യങ്ങളായി, അല്ലെങ്കിൽ പ്രൊവിൻസ് ആയിട്ട്, നാട്ടുരാജ്യം അല്ല പ്രൊവിൻസ്, എന്നിരുന്നാലും പറയുവാണ്, കേന്ദ്രത്തിനും അന്നത്തെ ഓരോരോ പ്രവിശ്യകൾക്കുമായിട്ട് അന്നത്തെ അധികാരം വിഭജിച്ച് നൽകിയത് ഈ പറയുന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതയാണ്. ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ വിഭാഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 321 വിഭാഗങ്ങളും 10 പട്ടികകളുണ്ട്. അപ്പൊ അവിടെ പട്ടിക എന്ന് ഉദ്ദേശിക്കുന്നത് ഷെഡ്യൂളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ CBSE ബാക്ക്ഗ്രൗണ്ട് ഉള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ്, അതല്ല മലയാളത്തിനെ പറ്റി നല്ലൊരു ധാരണയില്ലാത്ത, ചിലപ്പോൾ ചില വാക്കുകളൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാകൂ എന്നുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പൊ അവരെ കൂടി പരിഗണിച്ചു പോവുകയാണ്. പട്ടിക എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ എന്നാണ്. ഈ പറയുന്ന ഭാഗമുണ്ട്, വിഭാഗമല്ല, ഭാഗം എന്ന് പറഞ്ഞാൽ പാർട്ട, അനുച്ഛേദം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിളാണ്. നമ്മൾ റാൻഡമായിട്ട് പറയും. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകളെ പറ്റി പറയുമ്പം ഈ പറയുന്ന 5 സവിശേഷതകൾ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. പറഞ്ഞല്ലോ, ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകൾ ഒന്ന്, 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ കൊണ്ടുവരുന്നു. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ കൊണ്ടുവന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതയാണ്. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് എന്ത് ചെയ്തു? അധികാരം അല്ലെങ്കിൽ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുത്തു, വിഭജിച്ചു. ദെൻ 321 വിഭാഗം, 10 പട്ടിക, മറക്കല്ലേ, 10 പട്ടിക, 321 വിഭാഗം. അടുത്തത്, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ശുപാർശ കൊടുത്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇന്ത്യയിലെ ദുർബല ജനവിഭാഗങ്ങൾ, ഇന്ത്യയിലെ സ്ത്രീകൾക്ക്, ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ കൊടുക്കണം. പ്രത്യേക മണ്ഡലങ്ങൾ നിർദ്ദേശിച്ച ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഏതെന്ന് ചോദിച്ചാൽ അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മുഖ്യ ശില്പികളിൽ പ്രധാനി എന്നറിയപ്പെടുന്നത് സാമുവൽ ഹോയർ ആണ്. നമ്മളെ കുഴപ്പിച്ച് കളയും. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് അത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. 4 ശില്പികളെ ഞാനിപ്പോൾ പറഞ്ഞു. ഒന്ന്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ജവഹർലാൽ നെഹ്റു എന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിന്റെ പ്രിയാമ്പിളിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. അദ്ദേഹമാണല്ലോ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത്. ദെൻ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന
1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മുഖ്യ ശില്പികളിൽ പ്രധാനി. ഇത് കേരള PSCയുടെ ഉൾപ്പെടെയുള്ള മുഴുവൻ കണ്ടന്റും നമ്മൾ ക്രോഡീകരിച്ചാണ് പറയുന്നത്. കേരള PSC ആയിക്കോട്ടെ, ദേവസ്വം ബോർഡ് പരീക്ഷ ആയിക്കോട്ടെ, കേറ്ററ്റ് പരീക്ഷ ആയിക്കോട്ടെ, അധ്യാപക മത്സര പരീക്ഷ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളൊരു മാർക്ക് അവിടുന്ന് കിട്ടണം. അതൊന്ന് നോട്ട് ചെയ്തേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മുഖ്യ ശില്പികളിൽ പ്രധാനി അത് സാമുവൽ ഹോയർ ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം. ഇന്ത്യക്ക് വേണ്ടി മാത്രം ഒരു നിയമ സംഹിത ഫോം ചെയ്യാം. അതിനുവേണ്ടി 1946 ക്യാബിനറ്റ് മിഷൻ ഇങ്ങോട്ട് വരും. അറിയാലോ ഇതിനു വേണ്ടിയാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നത്. 1946 ഇന്ത്യയുടെ അധികാരം കൈമാറണം. ഇന്ത്യയുടെ അധികാരം ബ്രിട്ടീഷ് അല്ലെങ്കിൽ ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന രാജ്യത്തിന്റെ കയ്യിൽ നിന്ന് അധികാരം ആരിലേക്ക്, ഇന്ത്യ ജനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം എന്ന ആശയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ സന്ദർശിച്ചതാണല്ലോ ക്യാബിനറ്റ് മിഷൻ. ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുന്ന സമയത്ത് അവർ വന്ന അല്ലെങ്കിൽ കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു നിയമ സംഹിത വേണം. അതായത് മറ്റു രാജ്യത്തിന് നിയമസംഹിതയല്ല, മറിച്ച് ഇന്ത്യക്ക് ഇന്ത്യതായിട്ടുള്ള ഒരു നിയമസംഹിത വേണം. അപ്പൊ എന്താണ് നിയമസംഹിത, എന്താണ് ഭരണഘടന? ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന ഘടകമായി അറിയപ്പെടുന്നത് ഒരു നിയമസമിതിയാണ് ഭരണഘടന. അപ്പൊ ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടന രൂപീകരണത്തിന് വേണ്ടി ഏകദേശം 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ അദ്ദേഹം എന്ത് ചെയ്തു, പഠനത്തിന് വിധേയമാക്കി. അതുകൊണ്ടാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടേതാകുന്നത്, ഇന്ത്യയുടെ ആകുന്നത്. അപ്പൊ 60ഓളം രാജ്യങ്ങളുടെ ഭരണഘടനകൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഡോക്ടർ BR അംബേദ്കർ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വം ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് വേണ്ടി പഠനത്തിനായിട്ട് വിധേയമാക്കി. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടെ ആകുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ പഠിക്കുന്നതിലൂടെ 60 രാജ്യങ്ങളുടെ നിയമസംഹിതകൾ, ആശയങ്ങൾ ഇന്ത്യയിലേക്ക് കടമെടുക്കുക. അപ്പൊ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന നമ്മൾ പറയും ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് നമ്മൾ ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യം കടമെടുത്തത്. പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ ആസൂത്രണം എന്നറിയപ്പെടുന്ന ആശയം USSR എന്നറിയപ്പെടുന്ന സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്. ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്, ജുഡീഷ്യൽ ആക്ടിവിസം ഉണ്ട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഈ പറയുന്ന ജുഡീഷ്യൽ ആക്ടിവിസം അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട വസ്തുത ഇതാണ്. ഡോക്ടർ BR അംബേദ്കർ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടെ ആക്കുന്ന സമയത്ത് ഏകദേശം 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ പഠനത്തിന് വേണ്ടി വിധേയമാക്കി എന്നാണ് പറയപ്പെടുന്നത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്ട് എന്നാണ് പറയുന്നത്. 22 പാർട്ട്, 395 ആർട്ടിക്കിൾ, 8 പട്ടിക. 8 പട്ടികയ്ക്ക് പറയുന്ന പേരെന്തുവാ, 8 ഷെഡ്യൂൾ. അപ്പൊ 22 ഭാഗം, 395 ആർട്ടിക്കിൾ, 8 പട്ടിക. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടനയിൽ എന്ന് വെച്ചാൽ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒറിജിനൽ എന്ന് വെച്ചാൽ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഭാഗങ്ങൾ 22, അനുച്ഛേദങ്ങൾ 395, പട്ടികകൾ 8. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഉറപ്പായിട്ടും നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മാർക്കായിട്ട് ഇത് കിട്ടും. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റി പറയുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം എന്ന 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം. ഇനി തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ, ഇന്ത്യയുടെ ഏറ്റവും സുപ്രീം കമാൻഡർ എന്നൊക്കെ അറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണല്ലോ. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ, അപ്പൊ രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് ഈ പറയുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനായിരുന്നു. ദെൻ അതിനുശേഷം
ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെക്കുന്നത് 1949 നവംബർ 26. വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ടാണ് നവംബർ 26 ഒരു ദിനത്തിന് പ്രത്യേകതയുണ്ട്, നമ്മൾ പറയും. അപ്പോൾ 1949 നവംബർ 26 പ്രത്യേകത, ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെക്കുന്നത് 1949 നവംബർ 26. ഇനി നമ്മളെ കുഴപ്പിക്കുന്ന വസ്തുത കൂടി പറഞ്ഞുതരാം. ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഏക തീയതി അത് 1949 നവംബർ 26. ഇനി ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ഈ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26. അതായത് ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നത് 1950 ജനുവരി 26. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കത്തിലേ ഞാൻ പറഞ്ഞു 1950 ജനുവരി 25 പ്രത്യേകത, ജനുവരി 26 പ്രത്യേകത, ജനുവരി 28 പ്രത്യേകത. ഇനി ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണല്ലോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. അപ്പം നമ്മളെ കുഴപ്പിച്ച് കളയുന്ന എന്താ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കറും തെരഞ്ഞെടുക്കപ്പെട്ട എന്തിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ പറ്റി പറയുമ്പം ഏകദേശം 64 ലക്ഷം രൂപ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിന് വേണ്ടി ചെലവായി എന്നാണ് പറയപ്പെടുന്നത്. 64 ലക്ഷം രൂപ. ചില മെറ്റീരിയൽസിൽ 65 ലക്ഷം രൂപ എന്നാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് വേണ്ടത് 64 ലക്ഷം രൂപയാണ്. ഈ 64 ലക്ഷം രൂപ ചെലവാക്കി ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് ഈ നിർമ്മാണ കാലയളവ് ഒന്ന് നോട്ട് ചെയ്തേക്കണം. SCERTയിലെ സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന കണ്ടന്റ് ആണ് നമുക്ക് ആൻസർ കീ ആയി കൊടുക്കുന്നത്. നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. അപ്പൊ 2, 11, 17, 2 വർഷം 11 മാസം 17 ദിവസം. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ കാലയളവ്. അപ്പൊ തുടക്കം മുതൽ 1950 ജനുവരി 26 എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ആ ഒരു കാലഘട്ടം, നിർമ്മാണ കാലയളവ് എന്ന് പറഞ്ഞാൽ 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ആദ്യ സമ്മേളനത്തിന് ഡേറ്റ് മറക്കല്ലേ, 1946 ഡിസംബർ 9. ഇത്രയും കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളായി നിങ്ങൾ ഉറപ്പായും പഠിച്ചു മാറ്റണം. ഏറ്റവും നിർണായകമായ മാർഗം. ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യൻ ഭരണഘടന, നമ്മൾ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഈ നിലവിൽ വന്ന ഭരണഘടനയിൽ 22 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 22 പാർട്ടുണ്ട്, 395 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, 8 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാര്യങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇപ്പോഴത്തെ കാര്യം, അതായത് ഇപ്പൊ എത്ര ഭാഗങ്ങളുണ്ട്, ഇപ്പൊ എത്ര ഷെഡ്യൂൾ ഉണ്ട്, ഇപ്പൊ എത്ര ആർട്ടിക്കിൾ ഉണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അത് നിങ്ങളുടെ ടാസ്ക് ആണ്. ഇത്രയും ഞാൻ പറഞ്ഞു SCERT സ്കൂൾ ടെക്സ്റ്റില്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളെ പറ്റി പറയുമ്പം ഒന്ന്, പാർലമെന്ററി ജനാധിപത്യ ഭരണം. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും എന്തുവാ ഈ പാർലമെന്ററി ജനാധിപത്യ ഭരണം എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകളാണ് നിയന്ത്രിക്കുന്നത്. ഇന്ത്യയിലെ ഈ പറയുന്ന ഓരോ ഭരണാധികാരികളെ നിങ്ങൾ എടുത്തോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എടുത്തോ, ഇന്ത്യയിലെ ഓരോ വ്യക്തികളെ എടുത്തോ, ഭരണാധികാരികളെ മുഴുവൻ നിയമനിർമ്മാണ സഭകളാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഒരു വാക്ക് ഞാൻ പറയും, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പരീക്ഷാ സിലബസിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ. ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിയമനിർമ്മാണ സഭ, നിയമങ്ങൾ നിർമ്മിക്കുന്നു. 2, കാര്യനിർവഹണ സഭ, നിയമങ്ങൾ നടപ്പിലാക്കുന്നു. മൂന്നാമത്തതാണ് ജുഡീഷ്യറി, നീതിന്യായം, നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നു. അപ്പൊ നിയമങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? അത് നിയമനിർമ്മാണ സഭ. നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ സഭ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്. നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായം അല്ലെങ്കിൽ ജുഡീഷ്യറി. അപ്പൊ ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ ഓരോ ഭരണാധികാരികളെയും നിയമനിർമ്മാണ സഭകളാണ് നിയന്ത്രിക്കുന്നത്. അതാണ് പാർലമെന്ററി ജനാധിപത്യ ഭരണം എന്നറിയപ്പെടുന്നത്. 2, ജനങ്ങളുടെ പരമാധികാരം വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. നോക്കൂ, രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും തുടങ്ങുന്നത് അല്ലെങ്കിൽ ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. അപ്പൊ ജനങ്ങളാണ് യഥാർത്ഥ പരമാധികാരി. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടനയുള്ള പ്രധാനപ്പെട്ട ഒരു രാജ്യമായ ഇന്ത്യയിൽ പറയുന്നത് ഇങ്ങനെയാണ്, ജനങ്ങളാണ്
പരമാധികാരി. പ്രധാനമന്ത്രി അല്ല പരമാധികാരി, ഈ പറഞ്ഞ MP അല്ല പരമാധികാരി, MLA അല്ല പരമാധികാരി. ഇവന്മാരൊക്കെ ഈ പറയുന്ന ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് രേഖപ്പെടുത്തി അങ്ങ് പോകുന്ന സമയത്ത് ജനങ്ങളേ ഇല്ല എന്ന ആറ്റിറ്റ്യൂഡിലാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പം ജനങ്ങളാണ് എല്ലായ്പ്പോഴും പരമാധികാരി. അതുകൊണ്ടാണ് ഓരോ 5 വർഷം കഴിയുമ്പോൾ ജനങ്ങൾക്ക് പരമാധികാരമുണ്ട്. ആ ജനങ്ങളുടെ പരമാധികാരം ഉള്ളത് കൊണ്ടാണ് ഓരോ 5 വർഷം കഴിയുമ്പോൾ ഒരാളെ കൊള്ളത്തില്ല, ഒരു MLA കൊള്ളത്തില്ല, ഒരു MP കൊള്ളത്തില്ല, ഉടനെ എന്ത് ചെയ്യുക, അവൻ പിന്നെ തിരിച്ച് മത്സരിക്കുന്ന സമയത്ത് നമ്മൾ വോട്ട് രേഖപ്പെടുത്തില്ല. അപ്പൊ രാജ്യത്ത് ജനങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു പരമാധികാരമുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അതൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ദെൻ മൗലിക അവകാശങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്കായിക്കോട്ടെ, നിങ്ങൾക്കായിക്കോട്ടെ, ഓരോ വ്യക്തിക്കും ഈ പറയുന്ന ഇന്ത്യ എന്ന മഹാരാജ്യം, രാഷ്ട്രം കുറച്ച് അടിസ്ഥാന അവകാശങ്ങൾ തരുന്നുണ്ട്. അതിനെയാണ് മൗലിക അവകാശങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 6 മൗലികാവകാശങ്ങളേ ഉള്ളൂ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ 6 മൗലിക അവകാശങ്ങളുണ്ട്. നേരത്തെ ഈ പറഞ്ഞ സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു. ഇപ്പൊ സ്വത്തവകാശം ഒരു ലീഗൽ റൈറ്റ് ആണ്, നിയമ അവകാശമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് മൗലിക കടമകൾ. നോക്കൂ, നമുക്ക് അവകാശമുള്ളതുപോലെ തന്നെ നമുക്ക് കുറച്ച് കടമകൾ കൂടിയുണ്ട്. ഓരോ വ്യക്തിയും ഈ പറയുന്ന രാഷ്ട്രത്തോടും സമൂഹത്തോടും ഒക്കെ പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെയാണ് മൗലിക കടമകൾ എന്നറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ്, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ്. അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഈ ബോക്സിൽ കൊടുത്തേക്കുന്ന കണ്ടന്റുകൾ ഉറപ്പായും നിങ്ങൾ പഠിക്കണം. ഇത് തന്നെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കും. വേറെ ഒന്നുമില്ല. മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്, ഡയറക്ഷനാണ്. വേണമെങ്കിൽ പാലിക്കാം, പാലിക്കാതിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ നോൺ ജസ്റ്റീഷ്യബിൾ എന്നാണ് പറയുന്നത്. അതായത് നിയമസാധൂകരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യയിൽ, കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല, തമിഴ്നാട്ടിൽ നടപ്പിലാക്കുന്നില്ല എന്ന് കരുതി ഒരു പൗരനും കോടതിയെ സമീപിക്കാൻ സാധിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. എന്ന് വെച്ചാൽ നമ്മൾ പറയും നിയമം വാഴ്ച എന്ന് പറയും. അതിൽ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഉയർന്ന ജാതിയിലുള്ളവെന്നോ താഴ്ന്ന ജാതിയിലുള്ളവെന്നോ കറുത്തവെന്നോ വെളുത്തവെന്നോ ഒരു തരത്തിലുള്ള വ്യത്യാസമില്ല. എല്ലായ്പ്പോഴും നിയമവാഴ്ച ഇന്ത്യ എന്ന മഹാരാജ്യത്തുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പൊ ഇന്ന് ബാച്ചിൽ പഠിക്കേണ്ടത് അറിയാമല്ലോ. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് എന്തൊക്കെ സിലബസ് ബേസ്ഡ് മെറ്റീരിയൽസ് തന്നിട്ടുണ്ടോ, മൈക്രോ നോട്ട്സ് തന്നിട്ടുണ്ടോ, സിലബസ് ഫാക്ട് തന്നിട്ടുണ്ടോ, മാജിക് മന്ത്ര സെഷൻ കമ്പൽസറി ആയിട്ടും വായിച്ചിരിക്കണം. അതിനകത്തുനിന്ന് ചോദ്യം ഉറപ്പായും വരും. കാരണം അത്രയേറെ എഫേർട്ട് ഇട്ടാണ് PSC ഇൻഫ്ലുവൻസറിലെ ടീച്ചേഴ്സും മെന്റേഴ്സും എല്ലാം നിങ്ങൾക്ക് ആ മാജിക് മന്ത്ര സെഷൻസ് ക്ലിയർ ചെയ്ത് തരുന്നത്. ദെൻ ഇതെല്ലാം പഠിച്ചതിന് ശേഷം വേണം ഇന്നത്തെ ഡെയിലി മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ ഡെയിലി നിങ്ങൾ പഠിച്ചു മാറ്റുക. പറഞ്ഞല്ലോ, സ്ഥിരമായിട്ട് നമ്മൾ ഒരിക്കലും ഒരു ദിവസം സുപ്രഭാതത്തിൽ വന്ന് നേടിയെടുക്കുന്നതല്ല മത്സര പരീക്ഷ. നമ്മൾ സ്റ്റേബിൾ ആയിട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ സ്ഥിരതയോടുകൂടി പഠിച്ചു മാറ്റും. അപ്പോൾ ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ ഇത് നമുക്ക് ഓർമ്മയിൽ വരുന്നുണ്ടോ, അല്ലെങ്കിൽ എത്ര ചോദ്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ധാരണ ഉണ്ടാവാൻ വേണ്ടിയാണ് മോക്ക് എക്സാം രാത്രി 9 മണിക്ക് ശേഷം. അത് 9:30 ആകാം, 9:45 ആകാം, എന്തായാലും അന്നത്തെ ദിവസമുള്ള മോക്ക് എക്സാം നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. പുതിയ ബാച്ചിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന 9072728242 നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ പേര്, നിങ്ങൾ ഏത് മത്സര പരീക്ഷയാണ് ഫോക്കസ് കൊടുക്കുന്നത്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ നേരത്തെ പറഞ്ഞ മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറഞ്ഞു. ദെൻ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 18 വയസ്സ് പൂർത്തിയായി എന്ന് വെച്ചാൽ നിശ്ചിത പ്രായം അത് 18 വയസ്സാണ്. 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും, എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അടുത്തത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നോക്കൂ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പറയുന്ന ലെജിസ്ലേച്ചർ എടുത്തോ, എക്സിക്യൂട്ടീവ് എടുത്തോ, അല്ലെങ്കിൽ ഈ പറയുന്ന നിയമനിർമ്മാണ സഭ, ഈ പറയുന്ന പാർലമെന്റിനെ നമ്മൾ എടുക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്ന നമ്മൾ ഈ പറയുന്ന രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി ഒക്കെ എടുക്കുമ്പോൾ അതിൽ നിന്നെല്ലാം സ്വതന്ത്രമാക്കപ്പെട്ട ഒരു കോടതി സംവിധാനം ഇന്ത്യക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജുഡീഷ്യറീസ് ഡിഫറൻസ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന നീതിന്യായ സംവിധാനം എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് എല്ലായ്പ്പോഴും വേർതിരിക്കുന്നു എന്നാ പറയുന്നത്. ജുഡീഷ്യറി സെപ്പറേറ്റഡ് ഫ്രം എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ വരെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നിയമനിർമ്മാണ സഭ
കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ പറയുന്ന സ്വതന്ത്രമാക്കപ്പെട്ടൊരു കോടതി സംവിധാനം ഇന്ത്യക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ആ നീതിന്യായ വ്യവസ്ഥയെ പറ്റി പഠിക്കുന്ന സമയത്താണ് 1774 ഈ കൊൽക്കത്തയിൽ ഫോം ചെയ്ത ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതിയെ പറ്റി നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷം 1937 ഫോം ചെയ്ത ഫെഡറൽ കോടതിയെ പറ്റി നമ്മൾ പഠിക്കുന്നത്. 1950 ജനുവരി 28 ഫോം ചെയ്ത സുപ്രീം കോടതിയെ പറ്റി പഠിക്കുന്നു. അടുത്തത് ഫെഡറലിസം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് ചോദ്യം, കാരണം നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമായി കൊടുക്കുന്നുണ്ട്. ഫെഡറലിസം എന്നറിയപ്പെടുന്ന വാക്ക് അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്ന സംവിധാനത്തെ അറിയപ്പെടുന്ന പേരാ ഫെഡറലിസം. നോക്കൂ, നിങ്ങൾ നോക്ക്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിൽ ഓരോ അധികാരങ്ങളും നിങ്ങൾ നോക്കൂ. കേന്ദ്രത്തിനുണ്ട്, സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. അപ്പൊ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും വേണ്ടി ഈ അധികാരം വിഭജിച്ചു കൊടുക്കുന്ന സംവിധാനത്തെയാണ് ഫെഡറലിസം എന്നറിയപ്പെടുന്നത്. ഫെഡറലിസവുമായി ബന്ധപ്പെട്ട് പറയുമ്പം ഇന്ത്യ ഒരു അർദ്ധ ഫെഡറലിസം ആണോ അല്ലെങ്കിൽ ഒരു ഫെഡറലിസ സംവിധാനമാണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഒരു കോസി ഫെഡറൽ എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ഏക പൗരത്വം, വളരെ പ്രധാനപ്പെട്ടതാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരൊറ്റ ഒരു പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക പൗരത്വമില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എന്നാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ ഇന്ത്യൻ കഴിഞ്ഞ് കേരളൻ, തമിഴ്നാടൻ എന്ന് പറയുന്നില്ല. ഇന്ത്യൻ, നമ്മളെല്ലാവരും ഇന്ത്യനാണ്. അത് കേരളക്കാരനായിക്കോട്ടെ തമിഴ്നാട്ടുകാരനായിക്കോട്ടെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ത്യക്ക് ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പാണ്, ഏക പൗരത്വമുള്ളത്. നോക്കൂ, അമേരിക്ക എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ എടുത്താൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് എടുക്കുകയാണെങ്കിൽ അവിടെ ഈ പറയുന്ന രണ്ട് പൗരത്വം കാണും. അവിടുത്തെ ഈ പറയുന്ന രാജ്യത്തിന് ഒരു പൗരത്വമുണ്ട്, ദെൻ രാജ്യത്തെ പൗരത്വം കൂടാതെ ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പൗരത്വമുണ്ട്. അപ്പൊ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഏക പൗരത്വമാണ്, സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയും. ഈ ഏക പൗരത്വവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഒന്ന് നോട്ട് ചെയ്തേക്കും. ഇനി ആ സ്കൂൾ ടെക്സ്റ്റ് വളരെ വ്യക്തമായി കൊടുത്തേക്കുന്ന മറ്റൊരു ഏരിയയാണ് പോക്സോ ആക്ട് 2012. ഉറപ്പായും നിങ്ങൾ പഠിക്കണം. ആദ്യം കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി, അതൊന്ന് നോട്ട് ചെയ്തേക്കണം. 1989. അടുത്തത് എത്ര വയസ്സ് അല്ലെങ്കിൽ ഏത് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കുട്ടികളായിട്ട് നിയമം പരിഗണിക്കുന്നത്? ഇന്ത്യയിലെ ഒരു നിയമം ഉണ്ടല്ലോ, ഇന്ത്യൻ നിയമം അനുസരിച്ച് 18 വയസ്സിൽ താഴെയുള്ള ഏതൊരാളെയും, അത് പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ, അതിനെ കുട്ടിയായിട്ടാണ് നിയമം പരിഗണിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പോക്സോ ആക്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ കൊടുത്തേക്കുന്നത്, ഇപ്പോൾ പോക്സോ ആക്ടിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും SCERT കൊടുത്തിട്ടില്ല, ഒരു ഔട്ട്ലൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് ഉറപ്പായും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു ലൈംഗിക അതിക്രമ കേസ് ഉണ്ടാവുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് അല്ലെങ്കിൽ ലോക്കൽ പോലീസ് ആയിരിക്കും. ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമ കേസ് ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യണം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് 19, പോക്സോ ആക്ടിലെ വകുപ്പ് 19 ആണെന്ന് മാത്രം ഓർക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത. 2012 ഈ പറയുന്ന പോക്സോ ആക്ട് നിലവിൽ വരുന്നത്. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു കുട്ടികളെയും എന്തായിട്ട്, കുട്ടിയായിട്ടാണ് നിയമം പരിഗണിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അറിയപ്പെടുന്ന പേര് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ CWPO. നമ്മൾ പറയും CPO എന്ന് പറയത്തില്ലയോ, സിവിൽ പോലീസ് ഓഫീസർ. ഇത് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അറിയപ്പെടുന്നത്. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വസ്തുത, കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44-ാം വകുപ്പ് പ്രകാരം ഒരു നിരീക്ഷണ സംവിധാനം, പോക്സോ വകുപ്പിൽ 44-ാം വകുപ്പ് പ്രകാരം ഒരു നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതായത് പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിനമായ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് വകുപ്പ് 44 ആണ്. 2012 പോക്സോ ആക്ടുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ധാരാളം ധർമ്മങ്ങളുണ്ട്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പൗരരുടെ, ഇന്ത്യയിലെ ഞാനും നിങ്ങളൊക്കെ ഇന്ത്യയിലെ പൗരരാണ്. ആ പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു, ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു, രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു, സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായിട്ട് സംരക്ഷണ കവചമായിട്ട് വർത്തിക്കുന്നു, രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ട് നിലകൊള്ളുന്നു, രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ്
പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. ദെൻ നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടന ധർമ്മമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം, ഈ താഴെ പറയുന്നവയിൽ ഭരണഘടനയുടെ ധർമ്മത്തിൽ പെടാത്തത് ഒന്ന് വായിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചോദ്യം, ഇത് ബേസാണ്. ഈ ബേസ് ഇല്ലാതെ പുറത്തു പോകരുത്, കാരണം ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ ഓരോ ഭേദഗതിയെ പറ്റി നമ്മൾ പറയുക. ഭേദഗതി എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അമെൻമെന്റ് അല്ലെങ്കിൽ ഭേദഗതി എന്ന് പറഞ്ഞാൽ പുതുതായി ഉൾപ്പെടുത്തുക, ഒന്നെങ്കിൽ ആഡിനു, അതായത് പുതുതായിട്ട് ഉൾപ്പെടുത്തുക, പഴയതിനെ ഒഴിവാക്കുക, ഉള്ളത് ചേഞ്ച് ആക്കുക. ഈ 3 പ്രൊസീജിയറാണ് അമെൻമെന്റ് അല്ലെങ്കിൽ ഭേദഗതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു നിയമം പുതുതായിട്ട് ഉൾപ്പെടുത്താം, ഉള്ള നിയമത്തെ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, ഒഴിവാക്കാം. ദെൻ ആ നിയമത്തിൽ എന്ത് ചെയ്യാം, കുറച്ച് വസ്തുതകൾ കൂടി ഉൾപ്പെടുത്താം. അപ്പം നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ പറയുന്നത് ആഡ്, അതുമല്ലെങ്കിൽ റിമൂവ്, അതുമല്ലെങ്കിൽ ചേഞ്ച്. ഇതിനെയാണ് നമ്മൾ അമെൻമെന്റ് അല്ലെങ്കിൽ ഭേദഗതി എന്നറിയപ്പെടുന്നത്. ഇപ്പൊ ലോകത്തിൽ ആദ്യമായി ഈ പറയുന്ന ഭേദഗതി എന്നറിയപ്പെടുന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത് ഇന്ത്യൻ ഭരണഘടന ഈ ഭേദഗതി എന്നറിയപ്പെടുന്ന ആശയം കടമെടുത്തേക്കുന്നത്, അമെൻമെന്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആ ഭേദഗതി എന്നറിയപ്പെടുന്ന ആശയം കടമെടുത്തേക്കുന്നത് ഇവിടുന്നാണ്. അത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കുക. അതിൽ ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഒന്നാമത്തെ ഭേദഗതി തൊട്ടടുത്ത വർഷം 50 നിലവിൽ വന്നു. 1951 ഒന്നാം ഭേദഗതി. ഈ ഒന്നാം ഭേദഗതി പ്രകാരമുള്ള പ്രധാനപ്പെട്ട ഭേദഗതി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിലെ പട്ടികകളുടെ എണ്ണം 9 മാറി. ഇപ്പൊ പട്ടിക തുടക്കത്തിൽ എത്രയുള്ളായിരുന്നു? 8 പട്ടിക, 22 ഭാഗം, 395 ആർട്ടിക്കിൾ. അങ്ങനല്ലേ നമ്മൾ പറഞ്ഞേ, 395 ആർട്ടിക്കിൾ എന്ന്. 395 ആർട്ടിക്കിൾ, 8 പട്ടിക, 22 ഭാഗം. അതിൽ പട്ടികയുടെ എണ്ണം 9, ഒന്നും കൂടെ കൂടി 1951. അടുത്തത് പ്രധാനപ്പെട്ട മറ്റൊരു ഭേദഗതിയാണ് നമ്മൾ ഈ പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭേദഗതി 42. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 1976 42 ഭേദഗതി. അപ്പൊ ഞാൻ പറയുന്ന വസ്തുത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഭരണഘടനാ ഭേദഗതി? ആർട്ടിക്കിൾ 368 വകുപ്പ് പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം എല്ലായ്പ്പോഴും ആർക്കാണ്? പാർലമെന്റിനാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, പാർലമെന്റിന് എല്ലാ ഭരണഘടനയും അല്ലെങ്കിൽ ഭരണഘടനയിലെ മുഴുവൻ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഭേദഗതി ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടില്ല. അതൊഴികെ ബാക്കിയുള്ള എന്തും ഭേദഗതി ചെയ്യാം. അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യുന്ന ഒരു തരത്തിലുമുള്ള, അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുന്ന ഒരു തരത്തിലുള്ള ഭേദഗതിയും ചെയ്യരുത് എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഭേദഗതി, ഒന്നാമത്തെ അമെൻമെന്റ്, പട്ടികകളുടെ എണ്ണം 9 മാറിയത് ഒന്നാം ഭേദഗതിയിലൂടെയാണ് 1951. ദെൻ 42 ഭേദഗതി 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. ദെൻ 44 ഭേദഗതി സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി 1978. നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ 6 മൗലികാവകാശങ്ങളേ ഉള്ളൂ. ഭേദഗതി 44 പ്രകാരം സ്വത്തവകാശം എന്തായിട്ട് മാറി? മൗലികാവകാശം അല്ലാതായിട്ട് മാറി. അടുത്ത ഭേദഗതി 73, 74 ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം കൊണ്ടുവരുന്ന ഭേദഗതി 1992 73, 74 ഭേദഗതികളാണ്. അടുത്ത 2002 86 ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറുന്നത് 2002 86 ഭേദഗതിയാണ്. ദെൻ 2016 101 ഭേദഗതിയാണ് GST അല്ലെങ്കിൽ ചരക്ക് സേവന നികുതി നിലവിൽ വന്ന ഭേദഗതി 101 ഭേദഗതി. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇപ്പൊ ഈ പറയുന്ന ഭേദഗതിയെ പറ്റി പറയുമ്പോൾ അടിത്തറ ഇളക്കരുത് എന്ന് സ്കൂൾ ടെക്സ്റ്റിൽ ഒരു ബോക്സിൽ കൊടുത്തപ്പോണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം. 1973 കാസർഗോഡ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ എടനീർ മഠത്തിന്റെ അധിപയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ ഒരു കേസ് കൊടുത്തു. ആ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് ഇന്ത്യയുടെ പരമോന്നത കോടതി എന്ന അറിയപ്പെടുന്ന സുപ്രീം കോടതി വിധിക്കുന്നത്. അപ്പൊ 1973 കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി പറഞ്ഞൊരു വാക്യം ഇതാണ്, വേറെ ഒന്നുമില്ല. എന്ത് ചെയ്യരുത്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റം വരുത്താൻ
പാടില്ല. അപ്പൊ ഭേദഗതി ചെയ്തു, പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തരുത് എന്ന് സുപ്രീം കോടതി പറയുന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്ത വിദ്യാഭ്യാസ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, വിദ്യാഭ്യാസ മൗലികാവകാശമായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭേദഗതി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസ മൗലികാവകാശമായി ഉൾപ്പെടുത്തുന്നത്. ആർട്ടിക്കിൾ 21A ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന ഒരു നിയമമുണ്ട്. അതിനെയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 എന്ന് പറയുന്നത്. ഇത് നിലവിൽ വരുന്നത് പിന്നീടാണ്. അപ്പൊ ഈ പറയുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പ്രധാനപ്പെട്ട ആശയം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്ന് പറയുന്ന നിയമമാണ് വിദ്യാഭ്യാസ മൗലികാവകാശ നിയമം. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. 2009 ഈ നിയമവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് 1976 42 ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി 1976 42 ഭേദഗതിയാണ്. ഈ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നറിയപ്പെടുന്ന 3 വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർക്കുന്നത്. ഭരണഘടനയിൽ വേറെ ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. അതുകൊണ്ട് ധാരാളം ഭേദഗതികൾ ഈ പറയുന്ന 1976 42 ഭേദഗതി വഴി വരുത്തിയത് കൊണ്ടാണ് ഈ ഭേദഗതിയെ എന്തുവിൽ അറിയപ്പെടുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ പറയുന്ന 1976 42 ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ എന്ത് ചെയ്തത്? ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ്, ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ആവർത്തിച്ച് പറയുന്നു, SCERT നമ്മുടെ മത്സര പരീക്ഷയിലെ നിർണായകമായ ഒരു ഭാഗമാണ്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.